ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സീസ് വേൾഡ്. ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് പകൽ പൂരത്തിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. ദേവീദേവന്മാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു പോകുന്നതിന് കുറച്ച് സമയം മുൻപായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ജനങ്ങളുടെ ബാഹുല്യം കാരണം ആനകളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ആ വീഡിയോയോ എടുക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ആനകളെ പിരിഞ്ഞുപോക്കിന് ശേഷം ആനകളെ മാറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വെടിക്കെട്ടിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ആളുകളെയും ആനകളെയും അവിടെ നിന്നും ഒഴിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ തിരിച്ചു പോകുന്ന കാഴ്ച നോക്കൂ, എത്ര മനോഹരമാണത്. എന്നാലും തിരിച്ചിറങ്ങുന്നതിനേക്കാളും ഇരട്ടി ആളുകൾ അങ്ങോട്ട് തിരിച്ചു കയറിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആനകളെ കൊണ്ടുപോകുന്നത് കാണുന്നതിനും പൂരപ്പറമ്പിലേക്ക് വടക്കുന്നാഥൻ്റെ അടുത്തേക്ക് എത്തുന്നതിനും വേണ്ടിയിട്ട് ആളുകൾ തിരിച്ചങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നിങ്ങൾ കാണുന്നത് പൂരപ്പറമ്പിലെ കച്ചവടക്കാരുടെ തിരക്കാണ്. കച്ചവടക്കാരുടെ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രമാത്രം ടി വിയിൽ ഈ കാഴ്ചകൾ കണ്ടാലും ആ സ്ഥലത്തൊന്ന് പോയി ആ കാഴ്ചകൾ കണ്ടാലേ നമ്മുടെ മനസ്സിനൊരു തൃപ്തി വരികയുള്ളൂ. കാരണം കുട്ടികളുടെ പി വിളി ശബ്ദവും ആരവങ്ങളും കച്ചവടക്കാരുടെ ഇത് മേടിക്കുന്ന കാഴ്ചകളുമൊക്കെ കണ്ടാൽ മാത്രമേ നമുക്ക് പൂരമാണെന്ന് തോന്നുകയുള്ളൂ. അതുകൊണ്ട് അവിടെ പോയി ആ കാഴ്ചകൾ കണ്ടാൽ മാത്രമേ മനസ്സിന് ഒരു ആനന്ദം തോന്നുകയുള്ളൂ. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് വെടിക്കെട്ടും മറ്റു കാര്യങ്ങളും സുഗമമായി കാണുവാൻ വേണ്ടി ബാനർജി ക്ലബിൻ്റെ ഉള്ളിനകത്ത് കുറച്ച് കസേരകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം വെടിക്കെട്ടെല്ലാം ആസ്വദിച്ചത്. അതുകൊണ്ട് അധികം വെയിൽ കൊള്ളാതെ സുഗമമായി നമുക്ക് അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗം. അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് രണ്ട് കൂട്ടരുടെയും വെടിക്കെട്ടാണ്.
അങ്ങനെ പൂരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വരുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഈ പൂരം കാണാൻ വീണ്ടും ഒരു കൊല്ലം കൂടി കാത്തിരിക്കണമല്ലോ എന്നുള്ള നിരാശ ഓരോരുത്തരുടെയും മുഖത്തുണ്ട്. എങ്കിലും അടുത്ത വർഷം ഇതിനേക്കാൾ നന്നായി പൂരം ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പൂരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.